UDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് നീങ്ങുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA നമുക്കൊപ്പം ഉണ്ട്. UDFുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളാണല്ലോ ഇപ്പോൾ ഈ പ്രചരണ രംഗത്ത് വലിയ തോതിൽ കേൾക്കുന്നത്. പ്രത്യേകിച്ചും ഈ ലീഗിന് ഈ അൻവറിന്റെ വിഷയത്തിൽ എടുത്ത സമീപനത്തിൽ തെറ്റ് ആയിപ്പോയി എന്ന വിമർശനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ നിന്ന് വരികയാണ്. മാത്രമല്ല ലീഗിന്റെ ഒരു MLA തന്നെ ആദ്യം ഇതേ കുറിച്ച് പറയുന്നു, അതിനുശേഷം പിന്നീട് അത് മാറ്റി പറയുന്നു. എന്തൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്? യാതൊരു അഭിപ്രായ വ്യത്യാസവും. ഇത് വളരെ ശക്തമായ കൂട്ടായ തീരുമാനമാണ്. ഏതെങ്കിലും മാധ്യമം അങ്ങനെ വാസ്തവവിരുദ്ധമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാൽ അത് ഫലപ്രദമല്ല, അത് നടക്കില്ല. കൂട്ടായ തീരുമാനമാണെങ്കിൽ എന്തുകൊണ്ടാണ് ലീഗ് MLA ആദ്യം ഇത്തരത്തിൽ അൻവറിനെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞത്, പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് തിരുത്തുന്നത്? ആദ്യത്തെ സ്റ്റേജിൽ എല്ലാവരും കൂട്ടണം തന്നെയായിരുന്നു. ആദ്യത്തെ സ്റ്റേജല്ല, പിന്നീട് വാതിലടച്ചു എന്നൊക്കെ പറഞ്ഞ ശേഷമുള്ള കാര്യമാണ്. പിന്നെ അതിൻ്റെ ഡെവലപ്മെന്റ്സ് ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവില്ല, എനിക്കറിയില്ല, അതവരോട് തന്നെ ചോദിക്കേണ്ടത്. ഞങ്ങൾ UDFിൻ്റെ യോഗത്തിലും ഔദ്യോഗികമായിട്ടുള്ള 2-3 മീറ്റിംഗ് എല്ലാവരും കൃത്യമായിട്ട് ഇത് മുസ്ലിം ലീഗിൻ്റെ അഭിമാന പ്രശ്നമായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം കൂടുതൽ പിടിക്കാൻ പോകുന്ന UDFിന്റെ വോട്ടുകളെയാണെന്നുള്ള പ്രചരണം ഒരു വശത്ത് നടത്തുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? UDFിൻ്റെ വോട്ടുകളെല്ലാം ഭദ്രമാണ്. UDFിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനത്തിലാണ് നേതാക്കന്മാർ, പ്രവർത്തകരും അണികളും എല്ലാവരും. നമ്മുടെ അണികൾക്കും അനുഭാവികൾക്കും നന്നായിട്ടറിയാം ഈ മത്സരം UDFും LDFും തമ്മിലുള്ള മത്സരമാണ്. അതിനെ UDFിന്റെ കരുത്ത് നഷ്ടപ്പെടാൻ ഒരു വോട്ടിൽ കൊണ്ടുപോലും അവരിടയാക്കില്ല. അൻവറുമായിട്ടുള്ള ഇത് അടഞ്ഞല്ലോ അല്ലേ, വാതിലടഞ്ഞല്ലോ അല്ലേ? വാതിലടഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി അവിടെ പോയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിരോധത്തിലാക്കി UDFിനെയും കോൺഗ്രസിനെയും. പകൽ വീരശൂരമായിട്ടുള്ള വർത്താനം പറഞ്ഞിട്ട് രാത്രി ഇത്തരത്തിൽ പോകുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ വന്നു. സ്വാഭാവികമായിട്ടും അത് തള്ളി പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇത് പാർട്ടി ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിക്കുമോ? അവസാനിച്ച ചാപ്റ്ററാണ്, ഇനി അത് വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അവസാനിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇല്ല, കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യം. എങ്ങനെയാണ് അത് അവസാനിക്കുന്നത്? മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തായിരുന്നു? KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞതാണ് ലൈനെന്ന് അദ്ദേഹം അംഗീകരിച്ചല്ലോ. പോയത് ആര് പറഞ്ഞിട്ടാണ് പോയെന്ന്? ചാപ്റ്റർ. ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം S. ഷാഹിൻ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.